കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, സാന്ത്വനവും സമാധാനവുമായി ഞാൻ എൻ്റെ മക്കളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആത്മാവിലേക്ക് ഞാൻ എപ്പോഴും പകർന്നുകൊണ്ടിരിക്കുന്ന 3 അമൂല്യ ദാനങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം. നിന്റെ ആത്മാവിൽ ഞാൻ എൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവുമൊക്കെ അനുദിനം അനുനിമിഷം നിറച്ചുകൊണ്ടിരിക്കും. ജീവിത തിരമാലകളിൽ കാലുറപ്പിച്ചു നിർത്തുവാൻ അത് നിന്നെ സഹായിക്കും. അതുകൊണ്ട് കുഞ്ഞെ, നീ ഇടറിയാലും വീഴില്ല. എൻ്റെ കുഞ്ഞെ, ജീവിത പ്രശ്നങ്ങളിൽ മാത്രം മനസ്സുറപ്പിച്ചാൽ നിന്റെ അസ്വസ്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റിലും തിരമാലകളിലും നീ എന്നിലേക്ക് നോക്കണം. അപ്പോൾ ശാന്തതയും സമാധാനവുമൊക്കെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. നിന്റെ എല്ലാ പ്രതിസന്ധികളെക്കാളും വലിയവനാണ് നിന്റെ പിതാവ്, നിന്റെ സ്വന്തം പിതാവ്. എല്ലാ പ്രതികൂലതകളും എൻ്റെ നിയന്ത്രണത്തിലാണ് കുഞ്ഞെ. പ്രതിസന്ധികളിൽ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോൾ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതി. നിന്നെ ഞാൻ ആഴങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തും. നിന്റെ ഉയരങ്ങളും ആഴങ്ങളും എനിക്ക് സമതലങ്ങളാണ്. ഞാൻ നിന്റെ പാതകളെ നേരെയാക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് നടക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. കൂട്ടം തെറ്റി നടക്കുന്നവരെയാണ് നിഷേധശക്തികൾ നോട്ടം വയ്ക്കുന്നത്. പരീക്ഷയിലേക്ക് പ്രവേശിക്കാതിരിക്കാനും ദുഷ്ടനിൽ നിന്ന് രക്ഷപ്പെടുവാനും സർവശക്തന്റെ നിഴലിൻ കീഴിലും കരങ്ങൾക്കുള്ളിലും ചേർന്ന് നിന്നാൽ മതി. പിന്നെ ഒന്നും പേടിക്കണ്ട. പ്രതികൂലതകളുടെ ഓളങ്ങളിൽ അടിസ്ഥാനങ്ങൾ ഇളകി മറിയുമ്പോൾ എന്നിൽ ദൃഷ്ടി ഉറപ്പിക്കണം. അപ്പോൾ മക്കൾ സുരക്ഷിതരായിരിക്കും. ആഞ്ഞടിച്ചു വരുന്ന തിരമാലകൾ നിന്റെ കാൽച്ചുവട്ടിൽ കീഴടങ്ങും. ഓരോ ദിവസത്തെയും പ്രതിസന്ധികൾ മറികടക്കാൻ ഞാൻ നിന്റെ അടുത്ത് നിന്നോടൊപ്പമുണ്ടാകും. നാളുകളിലെ പ്രതിസന്ധികളെ ഓർത്ത് മക്കൾ ഇന്ന് അനാവശ്യമായി ആവലാതിപ്പെടരുത്. അതിരുകടന്ന ആകാംക്ഷ ശരീരമനസ്സുകളെ രോഗബാധിതമാക്കും. നാളത്തെ പ്രതിസന്ധികളെ നാളെ നമുക്ക് ഒരുമിച്ച് നേരിടാം. കുഞ്ഞെ, നാളെകൾ മിഥ്യയാണ്. നിനക്ക് അജ്ഞാതമായ കടങ്കഥകളാണ്. വരുന്നത് വരട്ടെ. വരുന്നിടത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് നേരിടും. 1+ God is always a majority എന്ന് നീ കേട്ടിട്ടില്ലേ? അതൊരു വലിയ സത്യമാണ് കുഞ്ഞെ.
ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അറിയിക്കുവിൻ. അപ്പോൾ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. മത്തായി 14-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയപ്പെട്ടു, ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങി. അപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണേ. ഉടനെ യേശു കൈനീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഇബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അതിനെ പൂർത്തീകരിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓട്ടക്കളത്തിൽ ഓടാൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഇന്നേ ദിവസം അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.